പ്രപഞ്ചവും പ്രകൃതിയുമെല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ്. പ്രകൃതി മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ പ്രകൃതിക്ക് വേണ്ടിയുള്ളതല്ല. ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വീണ ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ഇവിടെ കൃഷി ചെയ്ത് വിളവെടുത്ത് അത് ഉപഭോഗം ചെയ്യുവാനുള്ള അവകാശമുണ്ട്. അതിനെ നിഷേധിക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല. എന്നാൽ കുടിയേറ്റത്തിൻ്റെ പേരിൽ, കയ്യേറ്റത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഈ ലോകത്തുനിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്നും ആട്ടിപ്പായിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. ഇവിടെ നമുക്കറിയാം, വലിയ മൾട്ടിനാഷണൽ കമ്പനികളും കോർപ്പറേറ്റുകളും മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന കാലഘട്ടം. പ്രകൃതി ദുരന്തത്തിൻ്റെ പ്രത്യാഘാതങ്ങളേറ്റ് അതിനെ അതിജീവിച്ച് കടന്നു പോകുന്ന കേരള ജനത ഇന്ന് മനുഷ്യനിർമ്മിതമായ പല ദുരന്തങ്ങളെയും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം, എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ പിണ്ടിമന വില്ലേജിൽ വെട്ടാമ്പാറ എന്ന് പറയുന്ന ശാലീനസുന്ദരമായ ഒരു ഗ്രാമമുണ്ട്. ഒരു വശത്ത് ഫോറസ്റ്റും മറുവശത്ത് പെരിയാറും ഉൾപ്പെടുന്ന നാനാജാതി മതസ്ഥരായ ജനവിഭാഗങ്ങൾ ഒരുമയോടെ ഒന്നിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ മേൽ വലിയൊരു ആഘാതമായി ഒരു ടാർ മിക്സിംഗ് പ്ലാന്റ് കടന്നു വരികയാണ്. മുൻപുണ്ടായിരുന്ന ഒരു ക്വാറി, അതിനോട് ചേർന്ന ഒരു മിറ്റർ ക്രഷർ, തുടർന്ന് ഇപ്പോൾ ഇതാ ടാർ മിക്സിംഗ് പ്ലാന്റും. വലിയൊരു കോർപ്പറേറ്റ് മുതലാളി ജനവാസ മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം വലിയ കമ്പനികൾ, പ്രസ്ഥാനങ്ങൾ, അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവില്ല. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനതയുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഈ ടാർ മിക്സിംഗ് പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിനെ എതിർക്കാൻ, അതിനെ ചെറുക്കുവാൻ, അതിനെ ദൂരത്തേക്ക് വലിച്ചെറിയുവാൻ ഒരു കൂട്ടം ജനത ഇന്ന് സമരമുഖത്ത് ഇറങ്ങിയിരിക്കുകയാണ്. പരാതികൾ ധാരാളം കൊടുത്തു, ആരും കേൾക്കുവാനില്ല. ഒത്തിരിയേറെ ആളുകളുടെ മുൻപിൽ അപേക്ഷിച്ചു, യാചിച്ചു, ആരും ശ്രദ്ധിക്കുന്നില്ല. ജനപ്രതികളുടെ മുൻപിൽ ചെന്ന് കരഞ്ഞു, അവരും ശ്രദ്ധിക്കുന്നില്ല. ഇന്നിത് അവർ സമരത്തിൻ്റെ വക്കിലാണ്, പ്രക്ഷോഭത്തിൻ്റെ വക്കിലാണ്. എന്തിനാണ്? അതിജീവനത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടം, ജനിച്ച മണ്ണിൽ ജീവിക്കുവാനുള്ളൊരു പോരാട്ടത്തിൻ്റെ നടുവിലാണ് ഇന്നവർ. പല രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും അവർ നടത്തി കഴിഞ്ഞു. ഇന്നും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടാർ മിക്സിംഗ് പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്. സോഷ്യൽ മീഡിയയുള്ള ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അറിയുവാൻ കേവലം ഒരു വിരലമർത്തിയാൽ മതി. ഒത്തിരിയേറെ ആളുകൾക്ക് ആസ്മ രോഗങ്ങൾ, ഒത്തിരിയേറെ ആളുകൾക്ക് ത്വക്ക് രോഗങ്ങൾ, ഒത്തിരിയേറെ ആളുകൾക്ക് അല്ലെങ്കിൽ വരും തലമുറകൾക്ക് ആപത്കരമാകുന്ന ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ. ഇത്തരം മാരകമായ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തത്തിൻ്റെ അനുഭവങ്ങൾ പേറുന്ന കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അതുകൊണ്ട് അത്തരമൊരു വലിയ ദുരന്തം ഈ നാട്ടിലേക്ക് കടന്നു വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ വക്കിലാണ് വെട്ടാമ്പാറ നിവാസികൾ. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ടതും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതിന് ബാധ്യത നമുക്കുണ്ട്. കാരണം ഇവർ നമ്മളുടെ സഹോദരങ്ങളാണ്. ഇന്ന് വെട്ടാമ്പാറയിലാണ് എങ്കിൽ നാളെ ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങൾ, കോർപ്പറേറ്റ് മുതലാളിമാർ നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ട് സ്ഥാപിക്കുമ്പോൾ അന്നേ നമ്മൾ തിരിച്ചറിയൂ ഇതൊരു വലിയ ദുരന്തമായിരുന്നു എന്ന്. അതുകൊണ്ട് ഇവർക്ക് ഐക്യദാർഢ്യം നമുക്ക് പ്രഖ്യാപിക്കാം. ഇത് ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ, ഈ ഗ്രാമത്തിൻ്റെ, ഈ ഗ്രാമവാസികളുടെ സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തുവാൻ വേണ്ടി അത് മാറ്റി സ്ഥാപിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. ഏതറ്റം വരെയും പോകുവാൻ ഇവർ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. നിങ്ങളുടെ സമരം വിജയം കാണും വരെ പോരാടണം. നിങ്ങളുടെ സമരം വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളതാകണം. നിങ്ങളുടെ സമരം അതിജീവനത്തിന് വേണ്ടിയുള്ളതാകണം. ഇത് മറ്റു നാടുകൾക്ക്, മറ്റ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഒരു പാഠമായി മാറണം, ഒരു മാതൃകയായി മാറണം. ഇത്തരം ജനവാസ മേഖലകളിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ കൊണ്ട് സ്ഥാപിക്കരുത് എന്ന് ഒരു മുന്നറിയിപ്പാകണം. ഇത്തരം പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കുവാൻ ധാരാളം മേഖലകളുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഇത്തരം ഇൻഡസ്ട്രികൾ സ്ഥാപിക്കുന്നത് ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കൊണ്ടാണ് സ്ഥാപിക്കുക. അതുമല്ലെങ്കിൽ സർക്കാർ വനഭൂമി ധാരാളമുണ്ട്, ജനങ്ങൾ വസിക്കാത്ത ധാരാളം സ്ഥലങ്ങൾ വേറെയുമുണ്ട്. അവിടെ ജനങ്ങളെ ബാധിക്കാത്ത മേഖലകളിൽ കൊണ്ടുവന്ന് ഇത്തരം പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചാൽ അത് ഇത്തരം ഗ്രാമങ്ങളെ രക്ഷിക്കുന്നതാകാം. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് എന്ന്. ഇത്തരം ഗ്രാമങ്ങളെ പറിച്ചെടുത്ത് ഇന്ത്യയുടെ ആത്മാവിനെ കൊന്നൊടുക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും നമ്മൾ വിട്ടുമാറണം. അതിന് ഏതറ്റം വരെ പോകുവാൻ ഈ ഗ്രാമവാസികളോടൊപ്പം നമുക്കും അണിചേരാം. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാകണം, ഇച്ഛാശക്തിയുള്ള സർക്കാർ ഉണ്ടാകണം, ഇച്ഛാശക്തിയുള്ള ജനപ്രതിനിധികൾ ഉണ്ടാകണം. അല്ല എങ്കിൽ ഇത്തരം മനുഷ്യ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും.